ഏകദേശം ഇതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ വലുതാവും കിട്ടും. ഇതുപോലെ തിങ്ങി നിറഞ്ഞ നെയ്മുളക് നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ പറിച്ചെടുക്കാനായിട്ട് കഴിയും. 3 വെള്ളക്കാന്താരിയുടെ മരമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്മുളക്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും ഇതുപോലെ നിരയായിട്ട് ഇതുപോലെ കായ പിടിക്കുന്നതാണ് നെയ്മുളക് കേട്ടോ. ഞാനിതിവിടെ ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത്. ഏകദേശം ഇത്ര ആയപ്പോഴേക്കും നിറയെ കായ പിടിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഇതുപോലെ കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം, ചെറു പ്രായമാണ്. അത്യാവശ്യം ഇനിയും കുറച്ചുകൂടെയൊക്കെ ഈ നെയ്മുളക് വലുതാവാനുണ്ട് കേട്ടോ. ഏകദേശം ഇതിനേക്കാളും കുറച്ചുകൂടെയൊക്കെ വലുതാവും. ഇതിൻ്റെ ഉള്ള് ഏകദേശം പൊള്ളയായിരിക്കും. കുറച്ച് ഭാഗത്ത് മാത്രമാണ് വിത്തുണ്ടാവുക. ഏകദേശം ഒരു ഉണ്ട ടൈപ്പായിരിക്കും ഈ ഒരു നെയ്മുളക്. ഞാനിത് വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒരു 6 ഇല പ്രായമൊക്കെ ആവുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഗ്രോ ബാഗിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. വെക്കുന്ന സമയത്ത് നമ്മൾ കരിയില കമ്പോസ്റ്റ് അതുപോലെ തന്നെ ചകിരി കമ്പോസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് കൊടുത്തിട്ടാണ് ഇത് ഈ ഒരു ഗ്രോ ബാഗിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്രോ ബാഗിലല്ലാതെ നമുക്ക് നേരിട്ട് മണ്ണിലും വെക്കട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഒരു 2 അടി ഗ്യാപ്പിലൊക്കെ നമ്മൾ തൈകളൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല വിളവ് ഇതിൽ നിന്ന് കിട്ടും. ഇതുപോലെ തിങ്ങി നിറഞ്ഞ നെയ്മുളക് നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ പറിച്ചെടുക്കാനായിട്ട് കഴിയും. ഇതുപോലെ തന്നെ 2-3 തൈകൾ വേറെ ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഗ്രോ ബാഗിനകത്തേക്ക് നട്ടതിന് ശേഷം അത്യാവശ്യം ബ്രാഞ്ച് ഒക്കെ ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കോഴിവളം അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കൊക്കെ തുടങ്ങിയ വളങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്താൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വിളവെടുക്കാനായിട്ട് കഴിയും. ഇതേപോലെ നമ്മൾ ഗ്രോ ബാഗിനകത്തേക്ക് നട്ട് വെച്ച് കൊടുത്ത ഒരു 3 വെള്ളക്കാന്താരിയുടെ മരമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിൽ കാ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ എല്ലാ ആവശ്യത്തിനും കറികൾക്ക് ആവശ്യത്തിനൊക്കെ ഈ ഒരു മരത്തിൽ നിന്നാണ് കാന്താരി എടുക്കുന്നത്. ഇതും ഗ്രോ ബാഗിനകത്താട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ അതിൻ്റെ അടുത്തൊരു മരമുണ്ട്. അപ്പോൾ ആ ഒരു മരത്തിൽ ഏകദേശം വിളവൊക്കെ തീർന്നിട്ട് ഇതേപോലെ ഇല മുരടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ മുരടിച്ച് വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വിളവ് നമ്മൾ അറുത്തതിന് ശേഷം, ഇത്രയും മുളകൊക്കെ നമ്മൾ അറുത്തതിന് ശേഷം ഈ ഒരു വിളവ് ഒരു തുമ്പ് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ മുരടിച്ചിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചുകൂടിയൊക്കെ നൈട്രജൻ വളം, അതായത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വീണ്ടും പുതിയ ബ്രാഞ്ച് ഒക്കെ വന്നിട്ട് നമുക്കതിൽ നിന്ന് വീണ്ടും നമുക്ക് ഇതുപോലെ നിറയെ കാന്താരികൾ ലഭിക്കും. ഈ ഒരു മരം കണ്ടില്ലേ, ഈ ഒരു മരം നമ്മളിതുപോലെ ബ്രാഞ്ചൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ കേട്ടോ. ഇനി കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പുതിയ ബ്രാഞ്ച് ഇതുപോലെ പൊട്ടി മുളച്ച് വരും ചെയ്യും. അതിൽ നിന്നൊക്കെ ധാരാളം കായകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.